ഗുരുവായൂരിന്റെയും ക്ഷേത്രത്തിന്റെയും ദേവസ്വ സ്ഥാപനങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് വിഷൻ 2020 പദ്ധതിക്ക് ദേവസ്വം ബോർഡ് രൂപം നൽകിയത്. 352 കോടി രൂപയാണ് പദ്ധതിക്കായി കണക്കാക്കിയിരിക്കുന്നത്. 10 ബാങ്കുകളുടെ സഹായത്തോടെ വ്യക്തികളും സ്ഥാപനങ്ങളുമടക്കം വിവിധയിടങ്ങളിൽ നിന്നായി പണം സമാഹരിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. സമാഹരിക്കുന്ന തുകയ്ക്ക് ആദായനികുതി അടയ്ക്കേണ്ടതില്ലെന്ന് കേന്ദ്ര ആദായനികുതി വകുപ്പ് നേരത്തെ തന്നെ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി നടത്തുന്നില്ലെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. പണം സമാഹരിക്കാനുള്ള കാലാവധി 2017 മാർച്ച് 31 അവസാനിക്കാനിരിക്കെ പദ്ധതി അട്ടിമറിക്കാനുള്ള ഇടപെടലാണ് മാനേജിംഗ് കമ്മിറ്റി നടത്തുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട്. മാനേജിംഗ് കമ്മിറ്റിയുടെ മെല്ലെപ്പോക്ക് ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വകുപ്പ് മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ ബോർഡിന് വീഴ്ച പറ്റിയതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞു. ദേവസ്വം ബോർഡ് വേണ്ടത്ര വേഗതയിൽ കാര്യങ്ങളിൽ ഇടപെട്ടതായി കാണുന്നില്ല. കാര്യം 2017 മാർച്ച് മാസം ആകുമ്പോഴേക്കും ഈ പദ്ധതിയുടെ കാലാവധി അവസാനിക്കുകയാണ്. അപ്പോൾ വളരെ വേഗതയിൽ പ്രവർത്തിച്ചിട്ട് മാത്രമേ ഏതെങ്കിലും ഈ പദ്ധതിയിൽ ആകെ പറയുന്നതിൽ കുറച്ചെങ്കിലും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കൂ. കുറെ പണമെങ്കിലും ഭക്തരിൽ നിന്ന് സമാഹരിക്കാൻ സാധിക്കൂ. ആ നിലയിലുള്ള ഒരു നീക്കം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് കാണും. പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും എല്ലാ വിവരങ്ങളും മാനേജിംഗ് കമ്മിറ്റിക്ക് കൈമാറിയിട്ടും ഇവർ അനങ്ങുന്നില്ല. സാമ്പത്തിക സഹായങ്ങൾക്ക് ബാങ്കുകൾ തയ്യാറായിട്ടും കമ്മിറ്റി ഇടപെടുന്നില്ല എന്നീ ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയുടെ ഈ അനങ്ങാപ്പാറ നയത്തിനെതിരെ ഉടനടി നടപടിയുണ്ടായില്ലെങ്കിൽ ഗുരുവായൂരിന് വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് വിശ്വാസികളുടെയും നിലപാട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.